ഇന്നലെ നടന്ന വിമാന ദുരന്തത്തിൽ ഒരുപാട് കുടുംബങ്ങൾ കത്തിയമർന്നുപോയി. ഒരുപാട് മരണങ്ങൾ, സ്വപ്നങ്ങൾ ബാക്കിയാണ് പലരും വിടവാങ്ങിയത്. വിമാന അപകടമായതിനാൽ എയർപോർട്ട് അതോറിറ്റി സിസ്റ്റം റൂൾസ് ഒക്കെ ഇപ്പോൾ ചർച്ചയാവുകയാണ്. അതിനോടൊപ്പം ഒരുപാട് പേര് തിരഞ്ഞു നടന്നതും പഠിക്കാൻ ശ്രമിക്കുന്നതുമായ ഒരു വാക്കാണ് മെയ്ഡേ എന്നത്. ഒരുപാട് ചർച്ചകൾ നമ്മൾ കണ്ടു. പക്ഷേ ഇതുപോലെ ഒരു മറ്റു പ്രയോഗങ്ങളും നമുക്ക് അറിയാൻ ഒരു കൗതുകമുണ്ടാകും. ഒപ്പം ആരാണ് ആകാശത്തുള്ള വിമാനങ്ങളെ നിയന്ത്രിക്കുന്നതെന്നും അറിയാൻ. ഒരു എയർ ട്രാഫിക് കൺട്രോളർ എന്നത് വ്യോമാതിർത്തിയിലെ ഗതാഗത നിയന്ത്രണവും അല്ലെങ്കിൽ ഏകോപനവും നടത്തുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഈ ഒരു എയർ ട്രാഫിക് ATC ആണ് വിമാനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. സാധാരണയായി ഏരിയ കൺട്രോൾ സെന്ററുകളിലോ കൺട്രോൾ ടവറുകളിലോ ഇരുന്ന് വിമാനത്തിന്റെ സ്ഥാനം, വേഗത, ഉയരം എന്നിവ നിരീക്ഷിക്കുകയും റേഡിയോ വഴി പൈലറ്റുമാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. കൂടാതെ കൺട്രോളറുകൾ വ്യത്യസ്ത വിമാനങ്ങൾക്കിടയിൽ സുരക്ഷിതമായ ദൂരം ഉറപ്പാക്കുന്നു. ഇവർ പൈലറ്റിന് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പൈലറ്റ് വിമാനം കൺട്രോൾ ചെയ്യുന്നത്. മെയ്ഡേ എന്ന് 3 തവണ പൈലറ്റ്മാർ പറഞ്ഞുവെന്നും അതോടെ കൂടി സിഗ്നൽ നഷ്ടപ്പെട്ടു. പിന്നീട് ആ വിമാനം കത്തിയമർന്നു. ഇന്നലെ അഹമ്മദാബാദിൽ ഇതാണ് സംഭവിച്ചത്. മെയ്ഡേ കോൾ ഏറ്റവും അടിയന്തര ഘട്ടത്തിലാണ് ഉപയോഗിക്കുന്നത്. എയർ ട്രാഫിക് കൺട്രോളറിന്റെ ചെവിയിൽ എത്തുന്നത് വളരെ വിരളമായാണ്. ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ലാൻഡിംഗ് ആവശ്യപ്പെട്ടുള്ള കോഡാണിത്. എമർജൻസി ആയിട്ടുള്ള, അതായത് എഞ്ചിൻ ഫയർ, ക്യാബിൻ ഫയർ, ഫ്യൂവൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് പൈലറ്റ് ATCക്ക് ഡീറ്റെയിൽസ് കൈമാറുക. ഇനി എന്തെല്ലാം എമർജൻസി കോഡുകൾ ഉണ്ട് എന്നത് ഒരു സംശയമാണ്. പ്രധാനമായും ATC കേൾക്കുന്ന മറ്റൊന്നാണ് പാൻ. മെഡിക്കൽ എമർജൻസി ഒക്കെ വരുമ്പോഴാണ് പാൻ ഉപയോഗിക്കുന്നത്. അൺയൂഷ്വൽ ഒക്കറൻസിലാണ് ATCയിലേക്ക് വാർണിംഗുകൾ എത്തുന്നത്. പ്രയോറിറ്റി ലാൻഡിംഗ് എന്ന ഒരു ഘട്ടവും ഉണ്ട്. അസുഖങ്ങളും മെഡിക്കൽ അസിസ്റ്റൻസും എല്ലാം ഈ പ്രയോറിറ്റിയിലാണ് വരിക. സിക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺസ്, മറ്റ് എമർജൻസി ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം അധികവും പ്രയോറിറ്റിയാണ് ഉപയോഗിക്കുക. ടെക്നിക്കൽ പ്രശ്നങ്ങൾ കണ്ടാൽ എമർജൻസി ലാൻഡിംഗ് ആണ് പൈലറ്റ് ആവശ്യപ്പെടുക. അതായത് ഫയർ, ഫ്യൂവൽ കുറവ്, അങ്ങനത്തെ സംഭവങ്ങളും മറ്റുള്ള ടെക്നിക്കൽ എറേഴ്സും വരുമ്പോഴാണ് എമർജൻസി ലാൻഡിംഗ് വരുന്നത്. റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഫെയിൽ ആയാലും ഫ്ലൈറ്റ് ലാൻഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. അപ്പോഴവർ ബ്രെയിൻ കമ്മ്യൂണിക്കേഷൻ ആണ് ചെയ്യുക. അതായത് അവസാനം കമ്മ്യൂണിക്കേഷൻ വെച്ച് ആകാശത്ത് എവിടെ നിന്നാണോ അത് ആകാശത്ത് ഓർബിറ്റ് ചെയ്യപ്പെടും. നമ്മൾ കണ്ടിട്ടുണ്ട് വിമാനം കറങ്ങുന്നൊരവസ്ഥ. ആ കറങ്ങുന്ന അവസ്ഥയിൽ മറ്റു വിമാനങ്ങളെ കൺട്രോൾ ചെയ്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിക്കാനാണ് എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ശ്രമിക്കുക. എയർ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതും ഓരോ ലെവൽ വൈസ് ഡിഫറെൻ്റ് ആണ്. അതായത് ഗ്രൗണ്ട് ഓർ സർഫേസ്, ടവർ, അപ്രോച്ച്, ഏരിയ, ഓഷ്യാനിക് എന്നിങ്ങനെ ഘട്ടങ്ങളായിട്ട് എയർ ട്രാഫിക് കൺട്രോളിങ്ങിനും സെക്ഷൻസ് ഉണ്ട്. എയർ ട്രാഫിക് കൺട്രോളറും പൈലറ്റും തമ്മിൽ നടത്തുന്ന നിർദ്ദേശങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. റൺവേയിൽ വിമാനം പ്രവേശിക്കുന്നത് വരെ ഗ്രൗണ്ട് കൺട്രോൾ ലെവലിലാണ് വരുന്നത്. അവരാണ് ഗ്രൗണ്ട് കൺട്രോളേഴ്സ് ആണ് നിർദ്ദേശം കൊടുക്കുക. റൺവേയിലെ മുതൽ ഒരു നിശ്ചിത ഉയരം വരെ അത് ടവർ കൺട്രോൾ സിസ്റ്റത്തിലെ ATC മെമ്പേഴ്സ് ആണ് അതിനെ കൺട്രോൾ ചെയ്യുക. അതിനുശേഷം അപ്രോച്ച് കൺട്രോൾ നിർദ്ദേശത്തിലേക്ക് മാറ്റും. അപ്രോച്ച് കൺട്രോളർ വിമാനത്തിൽ എത്തുന്നതും പുറപ്പെടുന്നതുമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് നടത്തുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ടവർ ഏരിയയിൽ ഒരു റൺവേ ഔട്ട്ലുക്ക് ഇവർക്കാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ആശയവിനിമയങ്ങളൊക്കെ നടക്കുന്നത് അപ്രോച്ച് കൺട്രോളറിലൂടെ ആയിരിക്കും. അതുപോലെ അപ്രോച്ച് കൺട്രോളറിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു വിമാനം, അതായത് ഒരു സ്റ്റേബിൾ, ഒരു നിശ്ചിത ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വിമാനങ്ങളെ ഏരിയ കൺട്രോളറിലേക്ക് മാറും. വിമാനങ്ങൾ പറന്നു പോകുമ്പോൾ അവയെ നിയന്ത്രിക്കുന്നത് അവരാണ്. അതുപോലെ തന്നെ ചുറ്റുമുള്ള വിമാനങ്ങളുടെ വിവരങ്ങളാണ് ഏരിയ കൺട്രോളർ നൽകുന്നത്. നമുക്കറിയാം ഒരു വിമാനം പറന്നുയരുന്നതിന് മുമ്പ് ചെക്കിംഗ് പൈലറ്റ് നടത്തുമെന്നത്. പക്ഷെ അത് ചെക്കിംഗ് ചെയ്യുന്നത് പൈലറ്റ് അല്ല, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സിന്റെ ചുമതലയാണത്. അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ചുമതല മാത്രമാണ് പൈലറ്റിനുള്ളത്. അതായത് ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സും കഴിഞ്ഞിട്ടാണ് ഒരു വിമാനം പറന്നുയരുന്നത്. ഫ്യൂവൽ ചെക്ക്, എൻജിൻ, മറ്റുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു സ്ക്രൂ അടക്കം ചെക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ അഹമ്മദാബാദിലെ വാർത്ത വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്നതാണ്. അതുപോലെ എല്ലാം
ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അതായത് റൺവേയിൽ പ്രവേശിക്കുന്നത് വരെ ആ വിമാനത്തെ കൺട്രോൾ ചെയ്യാൻ ഒരു സെക്ഷൻ ഉണ്ട്. ഇതെല്ലാം ATC വിഭാഗങ്ങളാണ്. റൺവേയിൽ പ്രവേശിച്ച് ഉയരുന്നതും ഒരു നിശ്ചിത അളവിൽ എത്തുന്നത് വരെയും ടവർ, പിന്നീട് അങ്ങോട്ട് അപ്രോച്ച്, അത് കഴിഞ്ഞ് അതിൽ ഉയരത്തിലേക്ക് എത്തുമ്പോൾ ഏരിയ, പിന്നെ ഒരു സെക്ഷനും കൂടെ ഉണ്ട് ഓഷ്യാനിക്. നമ്മൾ പറഞ്ഞു അത് വേറൊരു സിസ്റ്റമാണ്, ഒരു ഘട്ടമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ എയർക്രാഫ്റ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഏവിയേഷൻ മെത്തേഡ് അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ മുകളിൽ കാണുന്ന ആകാശങ്ങളെ നിയന്ത്രിക്കുന്നവരാണ് ATC